friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തക്കാളി, ഉള്ളി, അതേപോലെ വറ്റൽമുളക് ഇട്ടണ്, 3 വറ്റൽമുളക്, 6 ഉള്ളി, 6 വെളുത്തുള്ളി, 6 ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ അമ്മമ്മ ഇത് വാട്ടുകയാണ്. വാട്ടാണ് അപ്പോൾ ഗായ്സ്, തക്കാളി ചട്നീൻ്റെ കൂടെ നല്ല മസാല ദോശയാണ് നമ്മളിതിന് കോമ്പിനേഷനൊക്കെ. മസാല ദോശ അല്ല, ഉഴുന്ന ദോശയാണ് നമ്മളിതിന് കോമ്പിനേഷനൊക്കെ പറയാ. കോംബോ ആക്കി അങ്ങനെ എന്തെങ്കിലും കോമ്പറ്റീഷൻ. ഇനി നമുക്ക് ഇത് അരക്കണം ഗായ്സ്. അപ്പൊ അരച്ചിട്ട് വരാം. കൂട്ടി അരച്ചതിന് ശേഷം പിന്നെ കടുക്, വറ്റൽമുളക് ഇട്ട് വറവിടുക. അത്രയേ ഉള്ളൂ ഇത് തേങ്ങാ ചട്ടിയിലേക്ക്. അപ്പൊ ഗായ്സ്, ഇത് ചട്ടിയിലേക്ക് ഇട്ടു. ചട്ടിയല്ല, സോറി, ജാറൊക്കെ ഇട്ടു. പിന്നെ അതിലേക്ക് സ്വല്പം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഗായ്സ്, ഇത് നമ്മൾ അരച്ചെടുത്തു. ഇനി ഇതാ മറ്റേ അവിടെ ദോശ ചുടുന്നുണ്ട്. ഗായ്സ്, വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാ ലൈറ്റർ. ഗായ്സ്, ഇതിലേക്ക് ഉഴുന്ന്, കടുക്, കറിവേപ്പില അതൊക്കെ ഇട്ടണ്. ഇതിലേക്ക് നമ്മുടെ പേസ്റ്റ് ഇടാൻ പോവുകയാണ് ഗായ്സ്. സോറി, ജസ്റ്റ് മാറി പോവാൻ. അപ്പോൾ ഗായ്സ്, ഇതിലേക്ക് നമ്മുടെ തക്കാളി ചട്നി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ടണേ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ ആൾക്കാരൊന്നും എവിടെ ഇളക്കുക, അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എവിടേക്ക് പോയതാണെന്ന് ആർക്കറിയാതെ വണ്ടി. ചൂട് കൊടുക്കാൻ 300 പൊന്നാച്ചി, 300 അത 2 അതാ വേണ്ട 300. അപ്പൊ എല്ലാരും ഇങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.